തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം. 2021 ജനുവരി 3 സാർവത്രിക സഭ വിശുദ്ധ ബലിമധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1 മുതൽ 6 വരെയും, എഫെസ്യർ ലേഖനം 3-ാം അധ്യായം 2 മുതൽ 3 വരെയും 5 മുതൽ 6 വരെയും, വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയും തിരുവചനങ്ങൾ. ശിലറ്റം പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനം നമ്മുടെ കൂടെ. 2 പ്രധാന കാര്യങ്ങൾ വിശ്വാസ ജീവിതത്തിൽ അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അതിലൊന്ന് ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന മനസ്സാണ്. രണ്ടാമത് അവൻ്റെ മുൻപിൽ സമ്പൂർണമായി സമർപ്പിക്കുന്ന മനോഭാവമാണ്. ഈ 2 കാര്യങ്ങൾ നിലനിർത്തി പോകുന്നില്ലെങ്കിൽ വിശ്വാസ ജീവിതം ഗുണകരമാകുന്നില്ല, ജീവിതം പ്രയോജനപ്രദമാകുന്നില്ല. ഭൗമിക ജീവിതം ക്രിസ്തുവിനെ അനുഭവിക്കാനും അനുഭവപ്പെടുത്താനുമുള്ള ഇടമാണ്. രണ്ടിലൂടെയും ലോകത്ത് ക്രിസ്തുവിൻ്റെ പ്രകാശമായി പ്രശോഭിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നുവെന്ന പരമാർത്ഥം താം അറിയണം. ഒന്ന്, ഒരു നക്ഷത്രമായി മാറുന്ന മനോഭാവമാണ്. ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകുമ്പോൾ ലൗകിക വിജ്ഞാനത്തിൽ നിന്ന് അവനെ തിരയരുത്. അവനെ ലൗകിക വിജ്ഞാനത്തിൻ്റെ പരിധികൾക്കകത്ത് പെടുത്തരുത്. ഒരു ദൈവിക വെളിപാടായി അവനെ തിരിച്ചറിയാൻ പറ്റണം. യേശുവിനെ ഭൗതികമായി അനുഭവിക്കണമെങ്കിൽ പോലും യേശുവിനെ വെളിപാടായി തിരിച്ചറിയാൻ മനസ്സുണ്ടാകേണ്ടതുണ്ട്. രാജാക്കന്മാർ യേശുവിനെ അന്വേഷിച്ച് ഒരു നക്ഷത്രത്തിൻ്റെ പിന്നാലെ ഇറങ്ങിപ്പുറപ്പെടുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാകുന്ന, അടയാളമാകുന്ന ഒരു നക്ഷത്രം ആകാശത്തിൽ ഉദിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ യാത്രയാകുന്ന 3 രാജാക്കന്മാർ ജ്ഞാനികളാണ്. ആ ജ്ഞാനികളായ രാജാക്കന്മാർ ഈ നക്ഷത്രത്തെ പിൻചൊന്ന് ഹെറോദസിൻ്റെ കൊട്ടാരത്തിന് സമീപം എത്തുന്നു. അവിടെ എത്തുമ്പോൾ അവർ അവരുടെ മാനുഷിക ചിന്തയിലേക്ക് വരികയാണ്. രാജാവായ ഒരുവൻ എവിടെയായിരിക്കും ജനിക്കുക? കൊട്ടാരത്തിൽ അന്വേഷിക്കാം. എപ്പോഴും നമ്മൾ അങ്ങനെയാണ്. യേശു രാജാവാണെന്ന് പറയുമ്പോൾ സൗഭാഗ്യങ്ങളുടെ ഒരാളായിട്ട് അവനെ കണ്ടുമുട്ടാനാണ് നമ്മുടെ ശ്രമം. പലപ്പോഴും യേശുവിനെ വർണ്ണാഭമായ ഉടയാടകൾ കൊണ്ടും വർണ്ണാഭമായ ജീവിത സാഹചര്യങ്ങൾക്കകത്തും കണ്ടുമുട്ടാൻ നാം ശ്രമിക്കും. കാരണം നമ്മുടെ ഹൃദയം ലോകത്തിൽ മേവുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ലൗകികമായ ഒരു സാധ്യതയായി ക്രിസ്തുവിനെ അന്വേഷിക്കാനുള്ള മനസ്സ് എപ്പോഴൊക്കെ ഉണ്ടാകുന്നുവോ അത് അപകടകരമായ ഒന്നാണ്, വീഴ്ചയാണ് എന്ന് വചനം പറയും. ഹെറോദസിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് ക്രിസ്തുവിനെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിനെക്കുറിച്ച് അറിയുമ്പോൾ ആ നക്ഷത്രം കാണാതെ പോകും. വെളിപാടിൻ്റെ പൂർണ്ണത, അടയാളം കാണാതെ പോകും. അങ്ങനെ വെളിപാടിൻ്റെ അടയാളം കാണാതെ അവർ ഹെറോദസിൻ്റെ കൊട്ടാരത്തിൽ ലൗകിക വിജ്ഞാനങ്ങൾക്കിടയിൽ യേശുവിനെ തിരയും. അവിടെ പണ്ഡിതന്മാരും ജ്ഞാനികളും അവനെക്കുറിച്ച് പറയും. അങ്ങനെ തിരിച്ചറിയുമ്പോൾ ബത്ലഹേമിലേക്ക് അവർ യാത്രയാകും. വഴിയിലിറങ്ങി വീണ്ടും അവർ യാത്രയാകുമ്പോൾ ഈ നക്ഷത്രം അവരെ പിൻചൊല്ലാൻ തുടങ്ങും. അതായത് ഈ കൊട്ടാരത്തിലല്ല അവനുള്ളത്, അവനുള്ളിടം താൻ കാട്ടിക്കൊടുക്കാമെന്ന് വെളിപാട് പറയും. അങ്ങനെ ഒരു നക്ഷത്രത്തിൻ്റെ പിന്നാലെ, ഒരു വെളിപാടിൻ്റെ പിന്നാലെ യാത്രയാവുകയാണ് രാജാക്കന്മാർ. നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ക്രിസ്തുവിനെ അന്വേഷിക്കേണ്ടത് വെളിപാടിലാണ്. ക്രിസ്തുവിനെ അന്വേഷിക്കേണ്ടത് ലൗകികമായ വിജ്ഞാനത്തിലല്ല. രണ്ടാമത്, നാം അവനെ കണ്ടുമുട്ടുമ്പോൾ എന്ത് മനോഭാവമായിരിക്കണം? അത് സമ്പൂർണമായ സമർപ്പണമായിരിക്കണം. സ്വർണവും വെള്ളിയും കുന്തിരിക്കവും, സ്വർണവും മീറയും കുന്തിരിക്കവും യേശുവിന് കാഴ്ചവെക്കുന്ന രാജാക്കന്മാരെ നമ്മൾ കാണും. അത് രാജകീയ അടയാളമായിട്ടാണ്, പ്രവാചകന്മാരുടെ അടയാളമായിട്ടാണ്, അത് പുരോഹിതന്മാരുടെ അടയാളമായിട്ടാണ് എന്നൊക്കെ പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ സമർപ്പണത്തെക്കുറിച്ച് പറയാറുണ്ട്. വേറെ പ്രത്യേകമായി പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് പൂജരാജാക്കന്മാർ സമർപ്പിച്ചത് എന്ന് നമുക്കിപ്പോൾ ചിന്തിക്കാം. ഒന്ന്, സ്വർണമാണ്. സ്വർണം അഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്നു, കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരുമെന്ന് പ്രവാചക ഗ്രന്ഥം പറയും, പ്രഭാഷകന്റെ പുസ്തകം പറയും. അതിനർത്ഥം നമ്മുടെ ആത്മാവാണ് സ്വർണമെന്നാണ്. സ്വർണത്തിൻ്റെ പ്രത്യേകത, അതിൽ അഴുക്കു പുരളില്ല. അഗ്നിയിൽ ശുദ്ധി ചെയ്താൽ അത് സ്ഫുടം ചെയ്യപ്പെടും, ശോധന ചെയ്യപ്പെടുമ്പോൾ അത് മാറ്റുള്ളതായിത്തീരും. അങ്ങനെ സ്വർണമായി നമ്മുടെ ആത്മാവിനെ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പറ്റും. രണ്ടാമത്, അവനെ കണ്ടുമുട്ടുമ്പോൾ അവൻ്റെ മുൻപിൽ കുന്തിരിക്കമായി മാറാൻ പറ്റും, പരിമളധൂപമായി മാറാൻ പറ്റും. മൂന്നാമത്, അവൻ്റെ മുൻപിൽ, അത് മനസ്സാണ്. മൂന്നാമത്, അവൻ്റെ മുൻപിൽ ശരീരത്തിൻ്റെ പ്രതീകമായ മീറ, ഔഷധമായ മീറ സമർപ്പിച്ചുകൊണ്ട് ശരീരത്തെ സമർപ്പിക്കാൻ പറ്റും.
ആത്മശരീര മനസ്സുകളുടെ സമ്പൂർണമായ സമർപ്പണമാണ് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഉണ്ടാകേണ്ടത് എന്ന് വചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോയേറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ക്രിസ്തുവിന് മുൻപിൽ അവനെ കാണുമ്പോൾ എന്ത് നാം സമർപ്പിക്കുമെന്നുള്ളത്. അത് സമ്പൂർണ്ണ സമർപ്പണമാണ് അവിടെ നിന്ന് ആവശ്യപ്പെടുന്നത്. അപ്രകാരം ക്രിസ്തുവിനെ കാണാനും ആരാധിക്കാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലും സാധ്യതകളിലും ഈ സമ്പൂർണമായ സമർപ്പണവും അന്വേഷണവും ഉണ്ടാകേണ്ടതുണ്ടെന്നാണ് വചനമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. ജെറുസലേമിൻ്റെ ഭാവി മഹത്വത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രവചനം ക്രിസ്തുവിൽ നിറവേറുന്നു. നമ്മുടെ ഭാവി മഹത്വമാണ് ക്രിസ്തു. ഇപ്പോഴും എപ്പോഴും അവനിലാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് ഒരു നക്ഷത്രത്തിൻ്റെ അടയാളത്തോടെ പ്രകാശമായി വരുന്നവനെക്കുറിച്ച് പറയാൻ നക്ഷത്രത്തെ സൂചിപ്പിക്കുന്നത് പോലെ ലൗകിക ജീവിത ചുറ്റുപാടുകളിൽ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ നമുക്ക് കഴിയണം. കൂരിട്ട് ഭൂമിയെ മൂടുമ്പോൾ പ്രകാശമായി ക്രിസ്തു ഉദിക്കുമെന്ന യെശയ്യാ പ്രവചനം നമ്മിലൂടെയാണ് ആനുകാലിക ലോകത്ത് നിറവേറേണ്ടത്. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരുമെന്ന് പറയുന്ന ആ പ്രവചനമാണ് പൂജരാക്കന്മാരുടെ പ്രവർത്തനത്തിൽ നിറവേറിയത്. ആനുകാലിക ലോകത്ത് അനേക ജനതകൾ ക്രിസ്തുവിനെ അറിയേണ്ടത് നമ്മുടെ ജീവിതം വഴിയാണ്. കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കി കാണുക, അവർ ഒരുമിച്ച് കൂടി നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും, പുത്രിമാർ കരങ്ങളിൽ സമൂഹിക്കപ്പെടും. ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ അന്വേഷണത്തിലും ഈ സമർപ്പണത്തിലുമാണ് നമ്മളെന്ന്. അതുകൊണ്ട് നമ്മെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ അന്വേഷണം ഫലവത്താകും, ക്രിസ്തുവിൽ നാം പ്രകാശിതരാകും, അവന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ പറ്റും. അങ്ങനെ നമുക്കുള്ളവ ദൈവത്തിൻ്റെതാണെന്ന രാജാവിൻ്റെതാണെന്ന ഒരു വലിയ ഓർമ്മ നമുക്ക് നൽകുകയാണ് സുവിശേഷമെന്ന്. ശിലറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം എപ്രകാരം വ്യാപരിക്കേണ്ടതുണ്ട്, എന്തായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ നിലപാടുകൾ, അങ്ങനെ ജീവിത നിലപാടുകളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാകണം. അത് ദൈവകൃപ കൈകാര്യം ചെയ്യാനാണ് നമ്മെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നതെന്ന ബോധ്യമാണ്. ആനുകാലിക ലോക ജീവിതം, ലോകം, മനുഷ്യൻ ആവശ്യപ്പെടുന്ന ശുശ്രൂഷ ഇപ്രകാരമുള്ളതാണ്. ദൈവകൃപ കൈകാര്യം ചെയ്യണം. മുമ്പ് പൗലോസ്ലീഹ പറയും, എനിക്ക് വെളിപാട് വഴിയാണ് എനിക്ക് രഹസ്യം വെളിവായത്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ ഒരു വെളിപാടിൻ്റെ ജീവിതം പാലിച്ച സഭാപിതാക്കന്മാരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ, സഭാ കൂട്ടായ്മയിലൂടെ ഒക്കെ പകർന്നു നൽകപ്പെട്ടൊരു വിശ്വാസത്തിലാണ് നാം വളർന്നു വന്നത്. ആ വിശ്വാസമാണ് നമ്മെ നയിച്ചത്. അവിടുത്തെ വിശുദ്ധന്മാരായ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറ മനുഷ്യർക്ക് അത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ഇന്ന് ആനുകാലിക ലോകത്ത് നമ്മുടെ വിശുദ്ധ ജീവിതം വഴി വെളിപാടിൻ്റെ ശക്തി പ്രസരിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നമ്മൾ കൂട്ടവകാശികളാണ്, ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗവാക്കുകളുമാണ് എന്ന ബോധ്യത്തോടെ വിശ്വാസ ജീവിതം നയിക്കാൻ, ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്കും ബാധ്യതയുണ്ട് എന്ന് സുവിശേഷം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈശോയേറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഈ നിയോഗത്തെ തിരിച്ചറിയാൻ, ആ നിയോഗമനുസരിച്ച് ജീവിതത്തെ പ്രയോഗിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.